Hello friends, welcome again to English Classroom. Yes, today it is an analysis of the 7th class 9th grade English. That is the opening of the second lesson, Learning the Game. 9th ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠം Learning the Game എന്ന പാഠത്തിൻ്റെ തുടക്ക ക്ലാസ്സായ 7ാമത്തെ ക്ലാസ്സിൻ്റെ അവലോകനമാണ് അതിൽ. നല്ലോണം ശ്രദ്ധിക്കുക. രസകരമായ നല്ലൊരു പാഠമാണ്. ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. രസകരമായ ക്ലാസ്സായിരുന്നു, നല്ലോണം ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണ ഉള്ളതുപോലെ ഈ കാര്യങ്ങളാണ് ഈ പാഠത്തിലുണ്ടാവുക, ഈ എപ്പിസോഡിലുണ്ടാവുക. വിശദീകരിക്കണില്ല, നമുക്കറിയാതെ. നമ്മുടെ പാഠത്തിൻ്റെ പേര് ദ നെയിം ഓഫ് ദ ലെസൺ ഈസ് ലേണിംഗ് ദ ഗെയിം എന്നാണ്. അറിയാലോ എന്താ അതിൻ്റെ അർത്ഥം? കളി പഠിക്കൽ എന്നാണ് അതിൻ്റെ അർത്ഥം. നല്ല ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് പേര് ഒന്നൊക്കെ താഴെ വരുന്നുണ്ടല്ലോ, ശ്രദ്ധിക്കുക. അതിൻ്റെ ഓദർ എഴുതിയതാരാണ്? സച്ചിൻ ടെണ്ടുൽക്കറാണ്, രമേശ് ടെണ്ടുൽക്കർ. അദ്ദേഹത്തെ അറിയാത്തവർ ആരും ഇല്ലല്ലോ, നമുക്കറിയാം. ഈ ഇൻട്രഡക്ഷൻ വളരെ പ്രധാനമാണ്, നല്ലോണം ശ്രദ്ധിക്കുക. തീം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ദ ലെസൺ ലേണിംഗ് ദ ഗെയിം ഈസ് ദ സെക്കൻഡ് ചാപ്റ്റർ ഓഫ് സച്ചിൻ രമേശ് ടെണ്ടുൽക്കേഴ്സ് ഓട്ടോബയോഗ്രഫി പ്ലേയിങ് ഇറ്റ് മൈ വേ. നല്ലോണം ശ്രദ്ധിക്കണേ. അതായത് ഇത് വേണമെങ്കിൽ എഴുതിയെടുക്കുമ്പോൾ ഇവിടെ ഒരു കോമഡ, നമ്മുടെ ക്രിക്കറ്റ് ഇതിഹാസമായ സച്ചിൻ രമേശ് ടെണ്ടുൽക്കറിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ്. ഓട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തം എഴുതുന്നതാണ്, നമുക്കറിയാലോ. ആത്മകഥയാണ്. ആത്മകഥയുടെ പേര് പ്ലേയിങ് ഇറ്റ് മൈ വേ എന്നാണ്. ആ ആത്മകഥയുടെ എത്രാമത്തെ പാഠമാണ്? രണ്ടാമത്തെ ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ള ഈ പാഠം. റെഡിയാണല്ലോ. ഇറ്റ് ഡീൽസ് വിത്ത് സച്ചിൻസ് ഇൻട്രഡക്ഷൻ ടു ദ ഗെയിം ഓഫ് ക്രിക്കറ്റ്. ക്രിക്കറ്റ് കളിയിലേക്ക് സച്ചിൻ പ്രവേശിച്ചതും അതുപോലെ തന്നെ ആൻഡ് ഹിസ് ഇഫേർട്സ് ടു ബിക്കം എ ഗുഡ് ക്രിക്കറ്റർ. നല്ലൊരു ക്രിക്കറ്റർ ആവാൻ അദ്ദേഹം എടുത്ത പരിശ്രമങ്ങളുമാണ് നമ്മൾ ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കൂ. ഓക്കെ, റെഡി ഡിയേഴ്സ്? നൗ ദിസ് ഈസ് ദാറ്റ് ബുക്ക് സച്ചിൻ ടെണ്ടുൽക്കർ പ്ലേയിങ് ഇൻ മൈ വേ ഓട്ടോബയോഗ്രഫി. അറിയാലോ, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പുറം കവറാണ്. നൗ സീരിയസ്, we are going to discuss the first 3 paragraphs of that lesson. Before that, let us see the words. നല്ലോണം ശ്രദ്ധിക്കണം. വാക്കുകൾ പഠിച്ചത് എഴുതിയെടുക്കേണ്ടതാണ്. വാക്കുകൾ പഠിച്ചാൽ ബാക്കി പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇമുലേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അനുകരിക്കുക എന്നാണ്. ഇമുലേറ്റ് എന്ന് പറഞ്ഞാൽ അനുകരിക്കുക. മാനറിസം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മീനിങ് കണ്ട സ്റ്റൈൽ, ഒരാളുടെ അംഗവിക്ഷേപങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ചേഷ്ടകളെയാണ് മാനറിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രിക്കറ്റ് കളിക്കാർക്ക് ഓരോരുത്തർക്ക് ഓരോ ശരീരഭാഷ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ലെജൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിഹാസം എന്നാണ്. കരിയർ എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക ജീവിതമാണ്, നമുക്കറിയാം. അത് ഇംഗ്ലീഷ് മീനിങ് ഇവിടെ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് പറഞ്ഞ നേരം പോണ്ട വിചാരിച്ചാണ്. ഡ്യൂ എന്ന് പറഞ്ഞാൽ ശരിയായ, യോജിച്ച എന്നൊക്കെയാണ് ഇവിടെ അർത്ഥം. ട്രയൽ എന്ന് പറഞ്ഞാൽ പരീക്ഷണം, നമുക്കറിയാം. ട്രൈ ഔട്ട്, ടെസ്റ്റ്, അറിയാലോ. ഓവർ ഓഡ് എന്ന് പറഞ്ഞാൽ ഫ്രൈറ്റൻഡ്, പേടിച്ച, ഭയന്ന എന്നർത്ഥം. ഇമ്പാക്റ്റ്, പവർഫുൾ ഇഫക്റ്റ്, വളരെ ശക്തമായ ഫലത്തിനാണ് ഇമ്പാക്റ്റ് എന്ന് പറയാം. ഇൻഡക്ഷൻ, പ്രവേശനാണ്, നമുക്കറിയാത്. ഇൻസിസ്റ്റൻസ്, നിർബന്ധമാണ്. നെർവസ്, ഉത്കണ്ഠയുള്ള, ചെറിയ പേടിയുള്ള എന്നൊക്കെ അതിൻ്റെ അർത്ഥം. പ്രിട്ടൻഡ്, അഭിനയിക്കുക, നമുക്കറിയാം. ഫെയിൻ. സ്ക്രൂട്ടിനൈസ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി നിരീക്ഷിക്കലാണ്. അട്ടീസ് എന്ന് പറഞ്ഞാൽ ഫീൽ ഓഫ് ആങ്സൈറ്റി, അത് ഉത്കണ്ഠയില്ല, അതോടെ ഫ്രീ ആയിട്ടിരിക്കുക, നമുക്കറിയാലോ. ഡിലൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ്ലി പ്ലീസ്ഡ്, വളരെ സന്തോഷമുള്ള എന്നാണ്. ട്രാൻസ്ഫോം, ടു ചേഞ്ച്, എന്ത് ചെയ്യുക? മാറുക എന്ന അർത്ഥം. വാക്കുകളൊക്കെ ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. നമുക്ക് പെട്ടെന്ന് ഓരോന്ന് ചർച്ച ചെയ്ത് പോവാം. ശ്രദ്ധിക്കട്ടെ. ഫസ്റ്റ് പാരഗ്രാഫ്. From a very early age, I played tennis ball cricket with my colony friends. When did Sachin start playing cricket? From a very early age. എപ്പോഴാണ് കളിക്കാൻ തുടങ്ങിയത്? വളരെ ചെറിയ പ്രായത്തിൽ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വിത്ത് വാട്ട് ബോൾ ഹീ സ്റ്റാർട്ടഡ് പ്ലേയിങ് ഇറ്റ്? എന്ത് ബോൾ കൊണ്ടാണ് കളിക്കാൻ തുടങ്ങിയത്? ടെന്നീസ് ബോൾ കൊണ്ടാണോ കളിക്കാൻ തുടങ്ങിയത്? വിത്ത് ഹൂം, ആരെ കൂടെയാണ്? കോളനിയിലെ സുഹൃത്തുക്കളെ കൂടെ. ഇത്രയും കാര്യങ്ങളൊക്കെ ആയല്ലോ. നിങ്ങൾ പറയേണ്ടതായിട്ട് ആശയം പറയും. കോളനിയിലെ തൻ്റെ സുഹൃത്തുക്കളോട് കൂടെ ടെന്നീസ് ബോൾ, ക്രിക്കറ്റ് സച്ചിൻ വളരെ ചെറിയ പ്രായം മുതൽ തന്നെ കളിക്കാറുണ്ടായിരുന്നു എന്നതിൻ്റെ അർത്ഥം. ക്ലിയർ ആണല്ലോ. വാട്ട് ഡിഡ് ഹി ലവ്? എന്താ അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിരുന്നത് കുട്ടിയ സമയത്ത്? ഹി ലവ്ഡ് വാച്ചിങ് ക്രിക്കറ്റ് ഓൺ ടെലിവിഷൻ. എന്ത് കാണുമായിരുന്നു ടെലിവിഷനിൽ? അന്ന് ടി വിയിലാണ് കൂടുതൽ ക്രിക്കറ്റൊക്കെ കാണുക. നമ്മൾ ക്രിക്കറ്റ് വാച്ച് ചെയ്യായിരുന്നു. എന്നിട്ടോ In our games, I often try to emulate
the mannerism of my favorite place. ഈ കളിയിൽ വാട്ട് ഡിഡ് ഹി ഡു, എന്താ അദ്ദേഹം ചെയ്യുക? അദ്ദേഹം he would imitate the mannerism of his favorite place. അദ്ദേഹത്തിൻ്റെ വളരെ ഇഷ്ടപ്പെട്ട കളിക്കാരുടെ ചേഷ്ടകളും ആംഗ്യ ഭാഷകളും ഒക്കെ അദ്ദേഹം അനുകരിക്കുമായിരുന്നു അവർ കളിക്കുമ്പോൾ ഇൻ ദർ ഗെയിംസ്. ഓക്കെ, ആൻഡ് ഹൂ വർ ഹിസ് ഫേവറേറ്റ് പ്ലേയേഴ്സ്? ആരൊക്കെയായിരുന്നു? സുനിൽ ഗവാസ്കർ ആൻഡ് വിവ് റിച്ചാർഡ്സ്. ആരൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കളിക്കാർ? ഒന്ന് സുനിൽ ഗവാസ്കർ ആണ്, രണ്ടാമത് ആരാണ്? വെസ്റ്റ് ഇന്ത്യൻ ലെജൻഡായ വിവ് റിച്ചാർഡ്സ് ആണ്. കിട്ടിയ കാര്യങ്ങൾ കുഴപ്പമില്ലല്ലോ. ബട്ട് ഇറ്റ് വാസ് ഇൻ ജസ്റ്റ് ദ ബാറ്റ്സ്മെൻ ദാറ്റ് ഐ സ്റ്റഡീഡ്. ബാറ്റ്സ്മാൻമാരെ മാത്രമല്ല അദ്ദേഹം എന്ത് ചെയ്ത് മനസ്സിലാക്കിയത്, പഠിച്ചത്, അദ്ദേഹം അനുകരിക്കാൻ ശ്രമിച്ചത്. പിന്നെ ആരെയാണ്? ഐ ഓൾസോ ലവ്ഡ് ബൗളിംഗ്. എന്തോ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു? ബൗളിംഗ് ഇഷ്ടമായിരുന്നു. ബാറ്റിങ്ങും ബൗളിങ്ങും ഒരുപോലെ ഇഷ്ടമായിരുന്നു. ത്രൂ ഔട്ട് മൈ കരിയർ ഐ ഹാവ് ആക്ച്വലി ബൗൾഡ് എ ലോട്ട് ഇൻ ദ നെറ്റ്സ്. അദ്ദേഹത്തിൻ്റെ കരിയറിൽ, ഔദ്യോഗിക ജീവിതത്തിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരുപാട് പന്തെറിഞ്ഞിട്ടുണ്ട്, ബൗൾ ചെയ്തിട്ടുണ്ട്. കിട്ടാത്തതൊന്നുമില്ലല്ലോ. ഈ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ മക്കളെ? റെഡി അല്ലേ? എപ്പോഴാണ് തുടങ്ങിയത്? ഫ്രം എ വെരി ഏർലി ഏജ്. ആരെ കൂടെയാണ്? കോളനി ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. അദ്ദേഹം എന്താ ചെറുപ്പത്തിൽ ചെയ്തിരുന്നത്? എന്താണ്? ഹി ലവ്ഡ് വാച്ചിങ് ഓർ ഹി വുഡ് വാച്ച് ക്രിക്കറ്റ് ഓൺ ടെലിവിഷൻ ആൻഡ് ഇൻ ദെയർ ഗെയിംസ് ഹി വുഡ് imitate the mannerisms of favorite players like Sunil Gavaskar and Viv Richards. Clear ആണല്ലോ? And he loved not only batting but also bowling. ഇത്രയും കാര്യങ്ങൾ അതിലുള്ള ക്ലിയർ ആണല്ലോ. I was then studying in the New English School, Mumbai. Which was his school then? അദ്ദേഹത്തിൻ്റെ സ്കൂൾ ഏതായിരുന്നു അന്ന്? ന്യൂ ഇംഗ്ലീഷ് സ്കൂളായിരുന്നു മുംബൈയിലുള്ള. ബട്ട് brother Ajit knew that compared to other schools in Mumbai, Sardashram Vidya Mandir, where Ramakant Ajrekar sir was the cricket coach, gave due importance to the game of cricket. നല്ല ശ്രദ്ധിക്കേണ്ടതാണ്. കുറേ കാര്യങ്ങളായി വന്നു. Who was his brother? Ajit. And which is the second school mentioned here? ഏതാ രണ്ടാമത്തെ സ്കൂൾ? Sardashram Vidya Mandir. What is special with that school? Ramakant Ajrekar sir was the cricket coach. And what did he give? He gave appropriate or due importance to the game of cricket. And he would run summer camps too. അദ്ദേഹം വേനൽ ക്യാമ്പുകൾ നടത്തിയിരുന്നു. ഇതിൻ്റെ ആശയം കിട്ടിയല്ലോ. പക്ഷേ അജിത്തിന് അറിയായിരുന്നു മറ്റു സ്കൂളുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ പിന്നെ സദാശം വിദ്യാമന്ദിർ, അവിടെ രമാകാന്ത് അജ്രേക്കർ സാറാണ് ക്രിക്കറ്റ് കോച്ച്. ആ സ്കൂളിൽ ക്രിക്കറ്റ് കളിക്ക് ശരിയായ പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ള കാര്യം ആർക്കറിയായിരുന്നു? അജിത്തിന് അറിയായിരുന്നു. മാത്രമല്ല അജ്രേക്കർ സാറ് സമ്മർ ക്യാമ്പുകളും നടത്തിയിരുന്നു. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ, യു ക്യാൻ സീ പ്ലേയിങ് ഇൻ ദ നെറ്റ്സ്, റൈറ്റ്? ആൻഡ് സുനിൽ ഗവാസ്കർ ആൻഡ് വിവ് റിച്ചാർഡ്സ്, യു നോ ദം. ആൻഡ് Ajit, and this is Ajit, Sachin's brother, right? This is his coach, Ramakant Ajrekar sir. Okay dears? Now അജിത്ത് വൺ ഡേ, ഇനി നമ്മൾ എങ്ങനെയാണ് ക്രിക്കറ്റിലേക്ക് കയറുന്നതെന്നുള്ള കാര്യം പറയാൻ പോകണല്ലോ, ശ്രദ്ധിക്കുക. അജിത്ത് വൺ ഡേ ടുക്ക് മീ ടു ദ ക്യാമ്പ് ടു ഗെറ്റ് ട്രെയിൻഡ് അണ്ടർ സർ. വൺ ഡേ അജിത്ത് ടുക്ക് ഹിം ടു അജ്രേക്കർ സാർ ടു ഗെറ്റ് ട്രെയിൻഡ് അണ്ടർ ഹിം. അദ്ദേഹത്തിൻ്റെ കീഴിൽ പരിശീലനം നേടാൻ വേണ്ടി ഒരു ദിവസം അജിത്ത് സച്ചിനെ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. അവിടുത്തെ രീതി എങ്ങനെയായിരുന്നു? എനിവൺ കുഡ് കം ഫോർ എ ട്രയൽ അറ്റ് ദ ക്യാമ്പ്. ആർക്ക് വേണമെങ്കിലും ക്യാമ്പിൽ ഒരു ടെസ്റ്റിന് വരായിരുന്നു, പിന്നെ പരീക്ഷ രൂപത്തിൽ പറ്റുമല്ല നോക്കലിന് വരായിരുന്നു. ബട്ട് ദെൻ ഇറ്റ് വാസ് അപ് ടു സർ. ഒരു പ്രയോഗമായിട്ട് ശ്രദ്ധിക്കണേ. ഇറ്റ് വാസ് ദ സേഴ്സ് ചോയ്സ്. ഇറ്റ് ഈസ് അപ് ടു യു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് യുവർ ചോയ്സ്. ഇറ്റ് ഈസ് അപ് ടു സർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സേഴ്സ് ചോയ്സ് ടു ഡിസൈഡ് ഹൂ ടു ആക്സെപ്റ്റ്. ആരെടുക്കണം എന്ന് സാറാ തീരുമാനിക്കാം. ഐ വാസ് 11 years old then. ഹൗ ഓൾഡ് വാസ് ഹി then? എത്ര വയസ്സായിരുന്നു അന്ന്? 11 വയസ്സാണ്. അജ്രേക്കർ സാർ ആസ് എ refer to him. How does സച്ചിൻ റെഫർ ടു അജ്രേക്കർ സാർ? എങ്ങനെയാണ് അജ്രേക്കറിനെ, രമാകാന്ത് അജ്രേക്കറിനെ പിന്നെ സച്ചിൻ വിളിക്കാറ്? അജ്രേക്കർ സാർ എന്നാണ്. അങ്ങനെ വിളിക്കുന്നത് പോലെ സ്റ്റാർട്ടഡ് പ്ലേയിങ് ക്രിക്കറ്റ് അറ്റ് ദി ഏജ് ഓഫ് 11 in 1943. അദ്ദേഹം 1943 11 വയസ്സായപ്പോഴാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയത്. വിച്ച് ഈസ് ദ ഏജ് ഐ വാസ് വെൻ ഐ വെൻറ്റ് ടു ഹിം ഫോർ ദ ഫസ്റ്റ് ടൈം. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ഇവന് എത്ര വയസ്സാണ്, നമ്മൾ സച്ചിൻ എത്ര വയസ്സാണെന്ന്? 11 വയസ്സാണ്. കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? കുഴപ്പമില്ലല്ലോ?
ദെൻ ഐ ഹാഡ് നെവർ ബെറ്റഡ് ഇൻ ദ നെറ്റ് ബിഫോർ. അതിന് മുമ്പ് അദ്ദേഹം പിന്നെ സച്ചിന് നെറ്റിൽ ബാറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ആൻഡ് ഫെൽ സംവാട്ട് ഓവർ ഓൾഡ് വിത്ത് സോ മെനി പീപ്പിൾ അറൗണ്ട്. ഒരുപാട് ആൾക്കാർ തന്നെ നോക്കുന്നു എന്ന് തോന്നിയപ്പോൾ ഹി ഫെൽറ്റ് ഓവർ ഓൾഡ്. അവന് വല്ലാത്ത പേടി തോന്നി. ക്ലിയർ ആണല്ലോ. വെൻ ഐ വാസ് ആസ്ക്ഡ് ടു ബാറ്റ് ഐ വാസ് നോട്ട് അറ്റ് ഓൾ കംഫർട്ടബിൾ. ബാറ്റ് ചെയ്യാൻ സാർ ആവശ്യപ്പെട്ടപ്പോൾ അത്ര സുഖമായി തോന്നിയില്ല അവന്. വിത്ത് സർ വാച്ചിങ് മീ സോ ക്ലോസ്ലി ഐ ഫെയിൽ ടു മേക്ക് ആൻ ഇമ്പാക്ട്. സാർ തൊട്ടടുത്ത് നിന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു തോന്നിയപ്പോൾ ഒരു നല്ലൊരു പ്രഭാവം ഉണ്ടാക്കാൻ, ഒരു നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ എന്ത് ചെയ്തു? അദ്ദേഹം പരാജയപ്പെട്ടു. സച്ചിൻ പരാജയപ്പെട്ടു. സർ കോൾഡ് അജിത്ത് അസൈഡ് ആൻഡ് ഇൻഫോംഡ് ഹിം ദാറ്റ് ഐ വാസ് പെർഹാപ്സ് ടു യങ് ടു മേക്ക് ദ ക്യാമ്പിൽ വരാൻ പിന്നെ ആവാത്തത്ര ചെറുപ്പമായതുകൊണ്ടായിരിക്കും അവന് കഴിയാത്തത് എന്ന് അജിത്തിനെ അരികിൽ വിളിച്ചിട്ട് സാറ് പറഞ്ഞു. ക്ലിയർ ആണല്ലോ. എന്നിട്ട് എന്താ നിർദ്ദേശം കൂടി കൊടുത്തു. സജസ്റ്റഡ് ദാറ്റ് ഹി ഷുഡ് ബ്രിങ് മീ ബാക്ക് വെൻ ഐ വാസ് എ ലിറ്റിൽ ഓൾഡർ. കുറച്ചും കൂടി പ്രായമാകുമ്പോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തു. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? റൈറ്റ്. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ മക്കളെ. നമുക്ക് അടുത്തേക്ക് പോകട്ടോ. മൈ ഇൻഡക്ഷൻ ഇൻ ടു ദ മുംബൈ ക്രിക്കറ്റ് സർക്യൂട്ട് കുഡ് ഹാവ് എൻഡഡ് ഇൻ ഫെയിലിയർ. നല്ലോണം ശ്രദ്ധിക്കണേ. ബട്ട് ഫോർ അജിത്സ് ഇൻസിസ്റ്റൻസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫസ്റ്റ് ആദ്യമായിട്ടുള്ള ശ്രമമാണിത്. ഫസ്റ്റ് ട്രയലിന് പോവുകയാണ്, അതിൽ പരാജയപ്പെട്ടു. അതോട് കൂടിയിട്ട് എന്ത് ചെയ്യേണ്ടതായിരുന്നു? സച്ചിൻസ് ഇൻഡക്ഷൻ ഇൻ ടു മുംബൈ ക്രിക്കറ്റ് സർക്യൂട്ട് കുഡ് ഹാവ് ഫെയിൽഡ്. അത് പരാജയപ്പെടേണ്ടതായിരുന്നു. മനസ്സിലായിട്ടുണ്ട്? അതായത് മുംബൈ ക്രിക്കറ്റ് വളയത്തിലേക്ക് അല്ലെങ്കിൽ സർക്യൂട്ടിലേക്ക് ഉള്ള നമ്മുടെ ടെണ്ടുൽക്കറുടെ അല്ലെങ്കിൽ സച്ചിൻ്റെ പ്രവേശനം എന്ത് ചെയ്യുമായിരുന്നു? അവിടെ അവസാനിക്കുമായിരുന്നു, അല്ലെങ്കിൽ അത് പരാജയത്തിൽ അവസാനിക്കുമായിരുന്നു. പക്ഷേ ബട്ട് ഫോർ അജിസ് ഇൻസിസ്റ്റൻസ്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ അവസാനിക്കാവുന്നത്? അജിത്തിൻ്റെ ഒരു നിർബന്ധം കൊണ്ടാണ്. റെഡി അല്ലേ? അതെന്താണ്? ഹാവിങ് സീൻ മീ പ്ലേ ഇൻ ദ കോളനി, അജിത് ന്യൂ ഐ വാസ് കേപ്പബിൾ ഓഫ് പെർഫോമിംഗ് ഫോർ ബെറ്റർ ദാൻ ഐ ഹാഡ് ഡൺ ഇൻ ഫ്രണ്ട് ഓഫ് അജ്രേക്കർ സാർ. അജിത് വുഡ് സീ ടെണ്ടുൽക്കർ പ്ലേയിങ് വിത്ത് ഹിസ് ഫ്രണ്ട്സ്. ഒരുപാട് പ്രാവശ്യം അജിത്ത് ഇവൻ കോളനിയിലെ സുഹൃത്തുക്കളെ കൂടെ കളിക്കുന്നത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ആർക്കും ഉറപ്പാണ്? അജിത്തിന് ഉറപ്പാണ്. എന്താ ഉറപ്പ്? ഹി വാസ് കേപ്പബിൾ ഓഫ് പെർഫോമിംഗ് ഫോർ ബെറ്റർ ദാൻ സച്ചിൻ ഹാഡ് ഡൺ ഇൻ ഫ്രണ്ട് ഓഫ് അജ്രേക്കർ സാർ. അജ്രേക്കർ സാറ് മുമ്പിൽ അവന് എടുത്തതിനേക്കാളും നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് അവൻ ചെയ്യാൻ പറ്റുള്ള കാര്യത്തിൽ അജിത്തിന് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹി എക്സ്പ്ലെയിൻ ദാറ്റ് ഐ വാസ് നെർവസ് and asked sir to give me one more opportunity. Ajit explained Ajrekar sir that Sachin was nervous. സാറോട് പറഞ്ഞു അജിത്ത് സച്ചിന് പേടിയായതുകൊണ്ടാണ്, ചെറിയൊരു ബേജാറ് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ചെറിയ റിക്വസ്റ്റ് വെച്ചു. എന്താണ്? ഈ റിക്വസ്റ്റഡ് സർ ടു ഗീവ് ഹിം വൺ മോർ ഓപ്പർച്യൂണിറ്റി, വൺ മോർ ചാൻസ്, ഒരവസരം കൂടി കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്തു? അഭ്യർത്ഥിച്ചു. ഹവർ ഈ സജസ്റ്റഡ് ദാറ്റ് വൈൽ ഡൂയിങ് സോ, ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കങ്ങനെ അവസരം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? സർ ഷുഡ് പ്രിട്ടൻഡ് ടു ഗോ അവേ ആൻഡ് ദെൻ വാച്ച് ഫ്രം എ ഡിസ്റ്റൻസ്. സാറ് ദൂരേക്ക് പോകുന്നത് പോലെ അഭിനയിച്ചിട്ട് ദൂരെ നിന്ന് എന്ത് ചെയ്യണം? നിരീക്ഷിക്കണം എന്ന് പറഞ്ഞു. എൻ്റെ ആശയം കിട്ടിയിട്ടുണ്ടാവുമല്ലോ. സാർ അടുത്തുണ്ടാകുമ്പോൾ ഒരു വലിയൊരാളടുത്തുണ്ടാകും, നമുക്ക് എന്തായാലും ചെറിയൊരു ബേജാറും പേടിയൊക്കെ ഉണ്ടാകും. റെഡി അല്ലേ? സർ അഗ്രീഡ്. സാറ് സമ്മതിച്ചു. ബിഫോർ ലോങ് ഐ വാസ് ആസ്ക്ഡ് ടു ബാറ്റ് അഗെയിൻ. വീണ്ടും ബാറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ആൻഡ് ഐ ഫെൽറ്റ് മോർ വിതൗട്ട് സസ്റ്റൈൻഡ് ഐ സ്ക്രൂട്ടനൈസിങ് മീ. തൊട്ടടുത്ത് സാറിൻ്റെ അത്രയും നടത്തുള്ളൂ. അതായത് സാറിനെ വളരെ പരിശീലനം കിട്ടിയ കണ്ണുകൾ എന്നെ സൂക്ഷ്മമായി പഠിക്കുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട് എന്ന ഒരു ചിന്തയില്ലാതെ, അല്ലെങ്കിൽ അത്രയും കണ്ണുകളുടെ അടുത്തുനിന്ന്, അല്ലെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യാതെ, പരീക്ഷിക്കാതെ, അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ട് തന്നെ നിരീക്ഷിക്കാതെ, അല്ലെങ്കിൽ ഓസോ ഐ തോട്ട്, അങ്ങനെ ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞാൽ അപ്പം സച്ചിൻ വിചാരിച്ച കാര്യമാണ്. എന്നെ സാർ എന്ത് ചെയ്യുന്നില്ല, നിരീക്ഷിക്കുന്നില്ല എന്നെന്ത് ചെയ്തു? വിചാരിച്ചു. അപ്പോൾ എന്ത് വന്നു? ഐ ഫെൽറ്റ് മോർ അറ്റ് ഈസ്, കൂടുതൽ ആശ്വാസം തോന്നി. സൂൺ സ്റ്റാർട്ടഡ് ഹിറ്റ് ദ ബോൾ വെൽ. അതുകൊണ്ട് തന്നെ പന്ത് നന്നായി എന്ത് ചെയ്യാൻ തുടങ്ങി? അടിക്കാൻ തുടങ്ങി. ക്ലിയർ ആണല്ലോ? ദിസ് ടൈം സർ അഗ്രീഡ് ടു ലെറ്റ് മീ ജോയിൻ ദ ക്യാമ്പ്. അതുകൊണ്ട് ആ സമയം സാർ എന്ത് ചെയ്തു? രണ്ടാമത്തെ പ്രാവശ്യം സാർ സമ്മതിച്ചു, ക്യാമ്പിൽ എടുക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ സമ്മതിച്ചു. ഐ വാസ് ഡിലൈറ്റഡ്
he became very happy, വളരെ സന്തോഷമുണ്ടായി. ആൻഡ് ഐ മസ്റ്റ് സേ ഇറ്റ് വാസ് ആൻ ഓപ്പർച്യൂണിറ്റി ദാറ്റ് ട്രാൻസ്ഫോംഡ് മൈ ലൈഫ്. തൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒരു അനുഭവമായിരുന്നു ഇത് എന്നുള്ളത് എനിക്ക് പറയേണ്ടതുണ്ട് എന്നതിൻ്റെ അർത്ഥം. ക്ലിയർ അല്ലേ മക്കളെ? സംശയങ്ങളൊന്നും ഇല്ലല്ലോ, വളരെ സിമ്പിളാണ്. ഓക്കെ അല്ലേ? നൗ ഡിയേഴ്സ്, അതിൻ്റെ സമ്മറി ഇതാണ് എഴുതിയെടുക്കേണ്ടതാണ്. The lesson learned, the game deals with Sachin's introduction to the game of cricket. നേരത്തെ പറഞ്ഞതാണ്. And in our 11-year-old Sachin is depicted in the excerpt. 11 വയസ്സുള്ള കുട്ടിയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, വരച്ച് കാണിക്കുന്നത്. പിന്നെ ഈ ഭാഗത്ത് എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണോ നമ്മൾ ഒരു വലിയൊരു നീണ്ടൊരു ഭാഗത്തിന് ചെറിയൊരു ഭാഗത്തിന് നമുക്കറിയത് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയിലെ ചെറിയൊരു ഭാഗമാണ്. രണ്ടാമത്തെ ചാപ്റ്റർ നേരെ പറഞ്ഞു, ഞാനൊന്നും പറയുന്നില്ല. ഹി വാസ് ലക്കി ടു ഹാവ് എ ഹെൽപ്പിംഗ് ബ്രദർ. അജിത്തിനെ നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ. ഇറ്റ് വാസ് ഹിസ് ബ്രദർ അജിത് ഹു ഐഡൻറ്റിഫൈ ദ ക്രിക്കറ്റർ ഇൻ ഹിം. നമ്മൾ രാംനാരായണനെ പോലെ ഇവിടെ സച്ചിനിലെ ക്രിക്കറ്റർ തിരിച്ചറിഞ്ഞത് ആരാണ്? അജിത്താണ്. സച്ചിൻ ഹാഡ് എ ഹംബിൾ ബിഗിനിങ്, ഒരു എളിയ തുടക്കം ഉണ്ടായത് അറിയാലോ. ഹി സ്റ്റാർട്ടഡ് പ്ലേയിങ് ക്രിക്കറ്റ് വിത്ത് ഹിസ് കോളനി ഫ്രണ്ട്സ് ഇൻ ബാന്ദ്രയിലുള്ള കോളനി ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് കളിച്ചു തുടങ്ങിയത്. അറ്റ് ദി ഏജ് ഓഫ് 11 ഹിസ് ബ്രദർ ടു കീം ടു അജരേക്കർ സാർ. 11 വയസ്സാകുമ്പോൾ അജരേക്കർ സാർ എടുത്തുകൊണ്ടുപോയി. ലീഡിങ് കോച്ച് ഇൻ മുംബൈയിലെ പ്രശസ്തനായ ഒരു മുൻനിര കോച്ചായിരുന്നു അദ്ദേഹം. ദോ അറ്റ് ഫസ്റ്റ് ഹി കുഡിൻറ്റ് ഇംപ്രസ് ഹിം. ആദ്യം ഒരു മതിപ്പുണ്ടാക്കാൻ കഴിഞ്ഞ് നമുക്ക് കണ്ടതാണത്. വെരി സൂൺ അജരേക്കർ സാർ ഐഡൻറ്റിഫൈഡ് ദ പ്രോമിസിങ് ടാലൻറ്റ് ഇൻ സച്ചിൻ ആൻഡ് സ്റ്റാർട്ടഡ് ട്രെയിനിങ് ഹിം. പെട്ടെന്ന് തന്നെ സാർ ട്രെയിൻഡാണ്, നമുക്കറിയാലോ. സച്ചിനിലെ കഴിവിനെ തിരിച്ചറിയുകയും ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങുകയും ചെയ്തു. ക്ലിയർ ആണ് മക്കളെ? ഇത് എഴുതിയെടുക്കണം കേട്ടോ. റൈറ്റ്, നൗ വി ക്യാൻ ആൻസർ ദ സ്കഫോൾഡിങ് ക്വസ്റ്റ്യൻസ്. മക്കൾ വായിച്ച് ഒറ്റയ്ക്ക് എഴുതുക, അതിന് ശേഷം നമുക്ക് ഉത്തരം കാണാം. ചോദ്യം ഇതാണ്: സൈ ദ ഇൻസ്റ്റൻസസ് ഫ്രം ദ പാസേജ് ദാറ്റ് ഷോ സച്ചിൻസ് ലവ് ഫോർ ക്രിക്കറ്റ് ഈവൻ ഫ്രം വെരി ഏർലി ഏജ്. വളരെ ചെറുപ്പത്തിലെ ക്രിക്കറ്റിനെ സ്നേഹിച്ചിരുന്നു എന്ന് കാണിക്കുന്ന ഉദാഹരണങ്ങൾ എഴുതാനാണ് പാരഗ്രാഫ് എന്ന്. ഹൗ ഡിഡ് ശാദാശ്രം വിദ്യാമന്ദിർ ഡിഫർ ഫ്രം അതർ സ്കൂൾസ് ഇൻ മുംബൈ. അറിയാലോ, മുംബൈയിലെ മറ്റു സ്കൂളുകളിൽ നിന്ന് ഈ സ്കൂളിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരുന്നത്. വാട്ട് വാസ് അജയക്കസ് ഫസ്റ്റ് ഇംപ്രഷൻ ഓഫ് സച്ചിൻ. സച്ചിനെ കുറിച്ചുള്ള ആദ്യത്തെ പിന്നെ അദ്ദേഹത്തെ വിലയിരുത്തൽ, അദ്ദേഹത്തിൻ്റെ മതിപ്പ് എങ്ങനെയായിരുന്നു. പിന്നെ അജയശേഖർ എങ്ങനെയാണ് ഇവനെ ആദ്യം വിലയിരുത്തിയത് അറിയാലോ. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ റോൾ ഓഫ് അജിത്ത് ഇൻ സച്ചിൻസ് ഇൻഡക്ഷൻ ഇൻ ടു മുംബൈ ക്രിക്കറ്റ് സർക്യൂട്ട്. സിമ്പിൾ ചോദ്യങ്ങളാണ്. അജിത്തിൻ്റെ റോൾ എന്താണ്, പിന്നെ മുംബൈ ക്രിക്കറ്റ് സർക്യൂട്ടിലേക്ക് സച്ചിനെ പ്രവേശിപ്പിക്കുന്ന റോൾ എന്താണ്. ക്ലിയറിലൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, എഴുതണം കേട്ടോ. റെഡിയല്ലേ? നൗ ലെറ്റ് us see the sample answers. First one is Sachin played cricket with his colony friends. He loved watching cricket on television. രണ്ടും കാണിക്കുന്നത് ടെലിവിഷൻ ക്രിക്കറ്റ് ഇഷ്ടമാണെന്നാണ് അറിയാലോ. While playing cricket, he tried to imitate his favorite players, Sunil Gavaskar and Viv Richards. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ എന്താ, വിദ്യാമന്ദിർ സ്കൂളിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഗേവ് ഡ്യൂ ഇമ്പോർട്ടൻസ് ടു ദ ഗെയിം ഓഫ് ക്രിക്കറ്റ് ആൻഡ് ഹാഡ് രമാകാന്ത് അജ്രേക്കർ സാർ ആസ് ദ ക്രിക്കറ്റ് കോച്ച്. രണ്ട് കാര്യങ്ങൾ അറിയാലോ. തേർഡ് ക്വസ്റ്റ്യൻ ഈസ് എന്തായിരുന്നു ഫസ്റ്റ് ഇംപ്രഷന്? ഹി ഡിഡ് നോട്ട് ഹാവ് എ ഗുഡ് ഇംപ്രഷൻ ഓഫ് സച്ചിൻ അറ്റ് ഫസ്റ്റ്. ആദ്യം നന്നായി തോന്നിയില്ല, മതിപ്പുണ്ടായില്ല അറിയാലോ. ഹി തോട്ട് സച്ചിൻ വാസ് ടു യങ് ടു അറ്റൻഡ് ദ ക്യാമ്പ്. എന്തിനു മാത്രം വളർന്നിട്ടില്ല, ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ മാത്രം വളർന്നിട്ടില്ല എന്നാണ് ആദ്യം ചിന്തിച്ചത്. നമുക്കറിയുന്നതാണല്ലോ അത്. ഇനി എന്താ അജിത്തിൻ്റെ റോള്? നമുക്കറിയാം. നോയിങ് ദാറ്റ് സച്ചിൻ വാസ് പെർഫോമിംഗ് ബാഡ്ലി ഔട്ട് ഓഫ് ദ നെർവസ്നെസ് ഇൻ ദ പ്രസൻസ് ഓഫ് അജരേക്കർ സർ, അജിത്ത് ഇംപ്ലോർഡ് ഹിം ടു ഗിവ് സച്ചിൻ വൺ മോർ ചാൻസ്. നമുക്കറിയണം, രണ്ടാമത് ചാൻസ് കൊടുക്കാൻ വേണ്ടി താഴ്മയോട് കൂടി അപേക്ഷിച്ചു. ഇവന് പേടി കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട്. ഹി വാണ്ട് സർ ടു പ്രിറ്റൻഡ് ടു ഗോ അവേ ആൻഡ് വാച്ച് ഹിം ബാറ്റ് ഫ്രം എ ഡിസ്റ്റൻസ്. ക്ലിയർ ആണല്ലോ? ദൂരെ പോയിട്ട് ബാറ്റ് ചെയ്യുന്നത് നിരീക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ക്ലിയർ ആണല്ലോ? ഞങ്ങൾക്ക് റെഡി അല്ലേ? നൗ ഡിയേഴ്സ്, നമുക്ക് ആദ്യത്തെ അസൈൻമെൻറ്റ് ഒരു അസൈൻമെൻറ്റാണ് ഉള്ളത്. അതെന്താണ്? സച്ചിൻ്റെ കോച്ചിൻ്റെ പിന്നെ പ്രൊഫൈൽ ഉണ്ടാക്കാനാണ്. അവിടെ ഹിൻസ് തന്നിട്ടുണ്ട്, നമ്മുടെ ബുക്കുള്ളത് തന്നെയാണ്. ആക്ടിവിറ്റി 2 ആണിത്. നെയിം തന്നിട്ടുണ്ട്, അജ്രേക്കർ, രമാകാന്ത് അജ്രേക്കർ. ഇയർ ഓഫ് ബർത്ത് ഉണ്ട്, 1932 ആണ്. ഇവിടെ ജനിച്ചതെന്നുണ്ട് മാൽവാൻ, മഹാരാഷ്ട്ര. ഒക്കുപേഷൻ ക്രിക്കറ്റ് കോച്ചാണ്. ഫൗണ്ടർ കമത്ത് മെമ്മോറിയൽ, പിന്നെ കമത്ത് മെമ്മോറിയൽ ക്രിക്കറ്റ് ക്ലബ് അറ്റ് ശിവാജി പാർക്ക്. ഫേമസ് പ്ലേയേഴ്സ് അദ്ദേഹം ട്രെയിൻ ചെയ്യുന്ന പ്രസിദ്ധരായ ആളുകൾ ആരൊക്കെയാണ്. അവാർഡ്സ് ആൻഡ് ഓണേഴ്സ്. ഇത്രയും കാര്യങ്ങളെ തന്നിട്ട് നമുക്കറിയാം, ഇത് മാറ്റാൻ അറിയാം. എന്താണ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ? പ്രൊഫൈൽ ഈസ് ആൻ ഇൻഫർമേഷൻ അബൌട്ട് ദ പേഴ്സൺസ് ലൈഫ്, വർക്ക്, ഇൻട്രസ്റ്റ് ഇക്സെട്ര. അറിയാലോ, ഒരാളുടെ താല്പര്യം, അതുപോലെ തന്നെ വർക്ക്, ജീവിതം, ഇതിനെക്കുറിച്ചുള്ള വിവരണമാണ് അത് പ്രൊഫൈൽ. നമുക്കറിയാം അത് അയാളുടെ വ്യക്തിപരമായ കാര്യങ്ങളെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളെയൊക്കെയാണ് അതിലുണ്ടാവുക. നമ്മൾ എങ്ങനെയാണ് പ്രൊഫൈൽ എഴുതേണ്ടത്? ആദ്യം ടൈറ്റിൽ കൊടുക്കണം. ടൈറ്റിൽ മിക്കവാറും
ആ ആളുടെ പേരായിരിക്കും നമ്മൾ എഴുതേണ്ടി വരിക. ക്യാപിറ്റൽ ലെറ്റർ ബോൾഡ് ലെറ്ററിൽ എഴുതിയാൽ കൂടുതൽ വൃത്തി ഉണ്ടാവും. പിന്നെ പ്രയോറിറ്റൈസ് ദ ഡാറ്റ ഗിവൺ, തന്ന ആ ഡാറ്റയെ അതിന് മുൻഗണനക്കനുസരിച്ച് നമ്മളിങ്ങനെ ക്രമപ്പെടുത്തണം, സീക്വൻസ് ചെയ്യണം. ഡെവലപ്പ് ദ ഹിൻസ് ഇൻ ദ ഷോർട്ട് സെൻറ്റൻസസ്, ആ തന്ന ഹിൻറ്റുകളെ ചെറിയ സെൻറ്റൻസ് ആക്കി മാറ്റണം. ലിങ്ക് ദം ലോജിക്കലി, അതിനെ നമുക്കറിയാം ലിങ്കേഴ്സൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഒരു ഓർഗനൈസേഷൻ ഒരു മൊത്തത്തിലുള്ളൊരു കെട്ടുമട്ടും കിട്ടുന്ന രീതി നമ്മൾ എന്ത് ചെയ്യണം. പിന്നെ ഈ ഷോർട്ട് ആൻഡ് സിമ്പിൾ സെൻറ്റൻസ്, വളരെ ചെറിയ ലളിതമായ സെൻറ്റൻസ് ഉപയോഗിക്കുക. എല്ലാ ഡീറ്റെയിൽസും എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നല്ല പ്രൊഫൈലാവും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് തുടക്കം നിങ്ങൾക്ക് അറിയണം, അത് ചെറുപ്പം മുതൽ ചെയ്യുന്ന, എന്നാൽ ഈ രീതിയിൽ ചെയ്യാം. ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുക, അതിൻ്റെ ഉത്തരം നമ്മൾ എന്ത് ചെയ്യുക, പറയാൻ ശ്രമിക്കുക. വെൻ ആൻഡ് വേർ വാസ് രമാകാന്ത് വിദാൽ അജ്രേക്കർ ബോൺ. നമുക്കറിയാം അങ്ങനെ ചോദ്യം ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക, രമാകാന്ത് അജ്രേക്കർ സാർ അല്ല അജ്രേക്കർ വാസ് ബോൺ എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് ആണെങ്കിൽ ഓണ് പറയും, കൊല്ലാണെങ്കിൽ ഇന്ന് പറയും. ഇവിടെ കൊല്ലേ തന്നിട്ടുള്ളൂ, അപ്പോൾ ഇന്നിട്ടിട്ട് എന്ത് ചെയ്താൽ മതിയാവും, അത് എഴുതിയാൽ മതിയാവും. ക്ലിയർ ആണല്ലോ. ഇനി സ്ഥലം പറയും, വളരെ ചെറിയ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് അറ്റ് പറയാം. ഇത് വളരെ ചെറിയ സ്ഥലമല്ല, കുറച്ച് വലിയതാണ്. രണ്ടും ഒന്ന് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇന്ന് പറഞ്ഞിട്ട് ആദ്യ സ്ഥലം പറഞ്ഞിട്ട് കോമ ഇട്ടിട്ട് എന്ത് ചെയ്താൽ മതി, അടുത്ത് മഹാരാഷ്ട്ര എന്ന് എഴുതിയാൽ മതി. ക്ലിയർ ആണല്ലോ. അപ്പോൾ എങ്ങനെ എഴുതാം നമ്മൾ, രമാകാന്ത് വിദാൽ അജ്രേക്കർ വാസ് ബോൺ, അല്ലെങ്കിൽ മാധ്യമ പറയുമ്പോൾ രമാകാന്ത് അജ്രേക്കർ വാസ് ബോൺ ഇൻ വർഷം, ഇൻ ഏത് സ്ഥലമാണ്, എന്നിട്ട് കോമ മഹാരാഷ്ട്ര. ക്ലിയർ അല്ലേ. വാട്ട് വാസ് ഹി, അദ്ദേഹം ആരായിരുന്നു, നമ്മളെങ്ങനെ ഉത്തരം പറയാം, ഹി വാസ് എ ക്രിക്കറ്റ് കോച്ച്. സംശയമൊന്നുമില്ലല്ലോ. ഇനി ദ ക്ലബ് ഹി ഫൗണ്ടഡ് അറ്റ് ശിവാജി പാർക്ക്, നമുക്കറിയാം ഹി ഫൗണ്ടഡ് കാമത്ത് ക്രിക്കറ്റ് പിന്നെ ക്ലബ്ബ്, നമ്മളത് പേര് കറക്റ്റ് ഉണ്ട്, അത് നോക്കിയിട്ട് എഴുതുക, ശിവാജി പാർക്ക്. ഓക്കെ അല്ലേ. ഹു ദ ഫേമസ് പ്ലേയേഴ്സ് ക്രിക്കറ്റേഴ്സ് ഹി ഹാസ് ട്രെയിൻഡ്, നമ്മളെങ്ങനെ ഇതിൻ്റെ ഉത്തരം പറയാം, ദ ഫേമസ് ക്രിക്കറ്റേഴ്സ് ഹി ഹാസ് ട്രെയിൻഡ് ആർ എന്ന് പറഞ്ഞിട്ട് അവരെ പേര് ചെയ്ത്, അല്ലെങ്കിൽ ആ പേര് ചെയ്തിട്ട് ആർ ഇട്ടിട്ട് ദ ഫേമസ് ക്രിക്കറ്റേഴ്സ് ഹി ഹാസ് ട്രെയിൻഡ്. ക്ലിയർ ആണല്ലോ. വാട്ട് ആർ ദ ഓണേഴ്സ് ആൻഡ് അവാർഡ്സ് ഈസ് റിസീവ്ഡ്, ഓണേഴ്സും പല രീതിയിൽ എഴുതാം. ഹി റിസീവ്ഡ് എന്ന് എഴുതാം, ഹി വൺ എന്ന് എഴുതാം, ഹി വാസ് ഓണേഡ് എന്ന് എഴുതാം, ഹി വാസ് അവാർഡിഡ് എന്ന് എഴുതാം, ഹി വാസ് കൺഫേർഡ് എന്ന് എഴുതാം. അപ്പം അത് ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് അവാർഡുകളെ പേര് എഴുതാം. എന്നിട്ട് എന്തിനാണെന്നുണ്ടെങ്കിൽ ഫോർ ഇട്ടിട്ട് പുസ്തകകാര്യം അങ്ങനെ അത് എഴുതാം. എന്നിട്ട് കൊല്ലുണ്ടെങ്കിൽ ഇന്നിട്ടിട്ട് വർഷത്തിൻ്റെ പേര് എഴുതാം. ക്ലിയർ അല്ലേ. അപ്പം എങ്ങനെയാണ് എഴുതേണ്ടത്, സംശയമൊന്നും ഉണ്ടാവില്ല മക്കളെ, ഒറ്റയ്ക്ക് ചെയ്ത് നോക്കണം. ആഫ്റ്റർ ദാറ്റ് യു മസ്റ്റ് സി എ സാമ്പിൾ ആൻസർ. ഞാൻ പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കുമ്പോൾ അതിലുള്ള ഹിൻസ് മാത്രമേ നമ്മൾ എഴുതേണ്ടതുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ ഉത്തരം കാണിക്കുന്നത്. പരീക്ഷയ്ക്ക് നമ്മൾ എക്സ്ട്രാ കാര്യങ്ങളും ചേർക്കേണ്ടതില്ല. കാര്യം ഇതുവരെയുള്ള എല്ലാ പരീക്ഷയ്ക്കും വന്നത് യൂസിങ് ദ ഹിൻസ് ഗിവൺ ബിലോ എന്നാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത്. സംശയമൊന്നും ഉണ്ടാവില്ലല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഫർമേഷന് നിങ്ങൾ നോക്കി എഴുതിയിരിക്കില്ല, അത് എഴുതിയിരിക്കേണ്ടതാണ്, ചോദ്യം എഴുതിയിരിക്കണം കേട്ടോ. നമ്മൾ ബുക്കിലുള്ളതാണ്, നോക്കി എഴുതി ആക്ടിവിറ്റി 2 എഴുതിയിട്ട് ഉത്തരം എഴുതിയാലും മതി. ചെറിയൊരു കുറച്ചൊരു അഡീഷണൽ ഇൻഫർമേഷൻ ഇവിടെ ഇത് വായിക്കാനാണ്, ഇതിന് ഉൾക്കൊള്ളിക്കിടന്നില്ല. ക്ലിയർ അല്ലേ. നോ യു ക്യാൻ ട്രൈ ദിസ്. പരീക്ഷകളിൽ വന്ന ചോദ്യമാണ്. സച്ചിൻ ടെണ്ടുൽക്കറുടെ പ്രൊഫൈലാണ്, കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ശ്രമിച്ച് നോക്കുക, കുഴപ്പമില്ല. എഴുതാം, ഉത്തരം എഴുതണമെന്നില്ല, നിങ്ങൾ ചെയ്ത് നോക്കണം. മനസ്സുണ്ടെങ്കിൽ പറഞ്ഞു നോക്കുക. ഒരുപാട് എഴുതാണ്ടാവുന്നതുകൊണ്ട് നമ്മൾ എഴുതണമെന്നില്ല. പിന്നെ നമുക്ക് പരീക്ഷക്കനുബന്ധിച്ചൊക്കെ വരുമ്പോൾ നമുക്ക് എഴുതി നോക്കാം, പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. നൗ ദിസ് വൺ ടു, ഇതൊന്ന് മനസ്സിലൊന്ന് ആലോചിക്കുക. വെൻ ദ റീച്ച്ഡ് ഹോം അജിത് ടോൾഡ് ഹിസ് ഫാദർ അബൌട്ട് ഹൗ സച്ചിൻ ഗോട്ട് അഡ്മിഷൻ ടു ദ സമ്മർ ക്യാമ്പ്. അതായത് സമ്മർ ക്യാമ്പിൽ എങ്ങനെയാണ് സച്ചിന് അഡ്മിഷൻ കിട്ടിയത് എന്ന കാര്യം എന്ത് ചെയ്തു, പിന്നെ അജിത്ത് അച്ഛനോട് പറയാം. അങ്ങനെ ആകുമ്പോൾ അവിടെ നറേറ്റീവും സ്കോപ്പ് ഉണ്ട്. ആ നറേറ്റീവ് അജിത്തിൻ്റെ വേർഡിൽ എഴുതാവേണ്ടത്. അപ്പോൾ അജിത്ത് പറയുമ്പോൾ ഡാഡ് ഐ ടുക്ക് ഹിം ടു അജ്രേക്കർ സാർ ടു ദ പാർക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ കറക്റ്റ് അദ്ദേഹത്തിൻ്റെ അതേ വേർഡ്സ് നമുക്ക് എഴുതാൻ പറ്റും. റെഡിയല്ലേ. ഐ എന്നും മൈ എന്നൊക്കെ ആയിരിക്കും അജിത്ത് പറയുമ്പോൾ പറയുന്നുണ്ടാവുക. ക്ലിയർ ആണെങ്കിൽ കുഴപ്പമില്ല, ചെയ്ത് നോക്കണം, ശ്രമിച്ചു നോക്കണം. തെറ്റിച്ചാച്ചു ഒപ്പം മനസ്സ് ഒന്ന് പറഞ്ഞു നോക്കുക. ഓക്കെ അല്ലേ. നൗ ഡിയേഴ്സ്, hope you have learned what you have discussed. Thank you for watching. Meet again. Till then, goodbye.